മൈലാഞ്ചി ചില്ലുമൊഴിച്ച് ഉരകല്ലിൽ മെല്ലെ ഉരച്ച് നിറകയ്യിൽ ചോപ്പ് നിറച്ച് വന്നല്ലോ പെരുന്നാള്. ഇന്നല്ലോ പെരുന്നാള്, വലിയ പെരുന്നാള്. നിനക്കു മാത്രം നിനക്കു മാത്രമാ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായി അങ്ങനെ വീണ്ടും കാത്തിരിപ്പിനൊടുവിൽ ഒരു ബലിപെരുന്നാൾ കൂടെ സമാഗതമാവുന്നു. ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ഈ ബലിപെരുന്നാൾ ദിനം കളറാക്കാൻ മൊഞ്ചുള്ള പാട്ടുകളും ഇശലിന്റെ ഈണങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം പാട്ടുപാടി കൂട്ടുകൂടാൻ ഇന്ന് ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം ഒരു അതിഥി കൂടെയുണ്ട്. ഏറെ സ്നേഹപൂർവ്വം ആ അനുഗ്രഹീത കലാകാരിയെ സ്വാഗതം ചെയ്യുന്നു, നുബ മഞ്ചേരി. എന്തായാലും ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം അതിഥിയായി ചേരുന്നതിലുള്ള ഒരു സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. എങ്ങനെയാണ് സാധാരണ നിലയിൽ നുബയുടെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ? ഉഷാറാണോ? ഉഷാറായിട്ട് കഴിക്കാറുണ്ട്. ഭയങ്കര സന്തോഷാണ് ഈ പെരുന്നാള് വരുമ്പോ. എല്ലാരെ വീട്ടിലും പോവും, കുടുംബക്കാരെ വീട്ടിലും. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഞാനും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാറുണ്ട്. അങ്ങനെ കടിച്ചു പൊളിക്കും. ഈ പെരുന്നാൾ ദിനം പ്രേക്ഷകരെല്ലാം ഒരേപോലെ ആഗ്രഹിക്കുന്നത് നുബയുടെ മധുരമനോഹരമായ ശബ്ദത്തിൽ ഒരു പാട്ടോട് കൂടെ ഈ ഒരു അഭിമുഖം തുടങ്ങാമെന്നാണ്. എന്തായാലും അവരെ തൃപ്തിപ്പെടുത്താൻ, അവരെ സന്തോഷിപ്പിക്കാൻ ഒരു നല്ല പെരുന്നാൾ പാട്ടായാലോ? മൈലാഞ്ചി ചില്ലുമൊഴിച്ച് ഉരകല്ലിൽ മെല്ലെ ഉരച്ച് നിറകയ്യിൽ ചോപ്പ് നിറച്ച് വന്നല്ലോ പെരുന്നാള്. ഇന്നല്ലോ പെരുന്നാള്, വലിയ പെരുന്നാള്. അയലത്തവർ തുനിരന്ന് തക്ബീറിൻ ധ്വനികൾ ഉയർന്ന് ആഘോഷത്തോടെ പിറന്ന് വലിയ പെരുന്നാള്, വലിയ പെരുന്നാള്, വലിയ പെരുന്നാള്. കുഞ്ഞിക്കരം നീട്ടി വരുന്നേ, കവിളിണയിൽ ചിരി പടരുന്നേ, കിന്നാരമോടെ അരികിൽ ചേർന്നിരിക്കുന്നേ. ഈദുൽ ഫിത്തറിന്നാളല്ലേ, ഈരാവിൻ പുതുവഴകല്ലേ, ഈ ദിശൽ പാടും ശീല മധുരിത മഴകളേ. ഈദിൻ നീരടീണം മൂളും വലിയ പെരുന്നാൾ ഇന്ന്. ഈദിൻ ഗന്ധം മധുരം നിറഞ്ഞ് മുഹബത്തേറെയും വന്ന് എല്ലാരും ഒത്തൊരുമിക്കും വലിയ പെരുന്നാൾ ഇന്ന്, വലിയ പെരുന്നാൾ ഇന്ന്. മൈലാഞ്ചി ചില്ലുപൊടിച്ച് ഉരകല്ലിൽ മെല്ലെ ഉരച്ച് നിറകയ്യിൽ ചോപ്പ് നിറച്ച് വന്നല്ലോ പെരുന്നാള്. ഇന്നല്ലോ പെരുന്നാള്, വലിയ പെരുന്നാള്. നുബയുടെ പാട്ടുകൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ചില ആളുകളെങ്കിലും ചോദിക്കുന്നുണ്ട്, ഈ ഒരു പാട്ട് ചെറിയ പെരുന്നാള് കേട്ട പാട്ടാണല്ലോ എന്ന്. സന്ദർഭത്തിനനുസരിച്ച് വരികൾ മാറിയോ? അതേ, വരികൾ മാറ്റിയതാണ് ഞാന്. വലിയ പെരുന്നാളിന് പാട്ടൊന്നും ഞാൻ ഇറക്കിയിട്ടില്ല. അപ്പൊ വലിയ പെരുന്നാളിന്റെ പാട്ടൊന്നും പാടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെറിയ പെരുന്നാളിനോടത്ത് വലിയ പെരുന്നാൾ ആക്കിയതാണ്. ശരിക്കും ചെറിയ പെരുന്നാളിന് ഇറക്കിയ പാട്ടാണിത്. എങ്ങനെയാണ് നുബ കലാമേഖലയിൽ സജീവമായിട്ടുള്ളത്? നുബ എന്ന കലാകാരിയിൽ നിന്ന് നുബ മഞ്ചേരി എന്ന അറിയപ്പെടുന്ന കലാകാരിയിലേക്കുള്ള ദൂരം എങ്ങനെയാണ്? ഞാന് ഫസ്റ്റ് ടൈം ആയിട്ട് പാടുന്നത് അംഗനവാടി വെച്ചിട്ടാണ്. അപ്പോ അന്നാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ പാടുന്നത്. തുമ്പീവ എന്നുള്ള പാട്ടായിരുന്നു ഫസ്റ്റ് ഞാൻ പാടിയത് സ്റ്റേജില്. അപ്പോ ഉമ്മ മനസ്സിലാക്കി, അതായത് പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ഉമ്മ മനസ്സിലാക്കി. അങ്ങനെ തന്നെ കർണാട്ടിക് മ്യൂസിക്കില്, അതായത് മഞ്ചേരി സ്വാതി തിരുനാൾ കലാകേന്ദ്രം എന്നുള്ള ഒരു മ്യൂസിക് ക്ലാസ്സിൽ എന്നെ ചേർത്തു. അങ്ങനെ ഞാൻ സ്കൂൾ കലോത്സവങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സ്കൂളിലുള്ള എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഉമ്മ പാടും. ഉമ്മാന്റെ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ എല്ലാരും ഇങ്ങനെ ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ്. അങ്ങനെ പാടി ഇങ്ങനെ എത്തി. നമ്മൾ ഏതൊരു കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും ഒക്കെ നാടിന്റെ പേര് എന്നും ഏറെ ഇഷ്ടത്തോട് കൂടെ ചേർക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പ്രശസ്തരായ ആളുകളൊക്കെ ഏറെക്കുറെ അങ്ങനെയാണ്.
ഈ ഒരു നാടിന്റെ പേര് നുബ എന്ന പേരിനൊപ്പം മഞ്ചേരി എന്ന പേര് ചേർക്കാൻ ഈ നാട് അത്രത്തോളം നുബയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അത്രത്തോളം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാട്ടുകാരായാലും ഫാമിലി ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് പാട്ടിന്റെ കാര്യത്തിൽ. അങ്ങനെ തന്നെ പേര് വന്നത്, മഞ്ചേരി എന്നുള്ള ആ ഒരു പേര് വന്നത്. എന്തായാലും രുചിയുള്ള ദം ബിരിയാണിയും അതോടൊപ്പം തന്നെ കുടുംബക്കാരുടെ ഒത്തുചേരലിന്റെ ഒക്കെ സന്തോഷങ്ങൾക്കിടയിൽ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, നുബയെ കൊണ്ട് ഏതെങ്കിലും ട്രെൻഡായ ഒരു പാട്ട് പാടിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ട്രെൻഡ് സോങ് പാടിയാലോ? ഷാഫിഖാന്റെ കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ എന്നുള്ള പാട്ട് പാടാം. കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ല പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ, എടിലയിലേ ലയിലേ നിൻ ചാർത്ത് വന്നു ഞാൻ നിൽക്കും, നിന്റെ മാറത്ത് താളി ഞാൻ ചാർത്തും, ആ കവിളത്ത് മുത്തം ഞാൻ നൽകും, എടിലയിലേ ലയിലേ നിന്നെ കണ്ട നാളെ തൊട്ട് എന്റെ കൽബിനുള്ളിൽ ഇന്നും ഒരു പൂങ്കിനാവുദിച്ചു, അത് സ്നേഹമായില്ലേ ലൈല ലൈല എന്റെ ലൈല ലൈല ഒന്നു ലൈലേ ലൈലേ നീ എന്റേതല്ലേ, കൈസേ കൈസേ എന്റെ കൈസേ കൈസേ ഒന്നു കൈസേ കൈസേ ഞാൻ നിന്റേതല്ലേ, കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ല പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ, എടിലയിലേ ലയിലേ. നമ്മളെ ഏതൊരു കലാകാരന്റെയും വിധി നിർണ്ണയിക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിലെ കലോത്സവങ്ങളാണ്. നുബ എവിടെയാണ് പഠിച്ചത്? സ്കൂൾ സമയത്തൊക്കെ വളരെ സജീവമായിരുന്നു കലാമേഖലയിൽ. അതെ, ഞാന് LKG മുതൽ 10th വരെ തുറക്കൽ HMS AUP സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് +1 +2 മഞ്ചേരി ഗേൾസിലായിരുന്നു. പിന്നെ ഞാന് ഒരു വർഷം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടില് എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്യുന്നത് BSc ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് ചെയ്യുന്നത്. അത് 4th ഇയർ ആണ് ഇപ്പോ. ആദ്യമായിട്ട് ഞാൻ സബ് ജില്ലാ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ്. പിന്നെ 5th ന്നും 6th ന്നും ഇങ്ങനെ മാപ്പിളപ്പാട്ട്, അറബി പദ്യം, അറബി ഗാനം, ലളിതഗാനം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്റെ ഇത്. അപ്പൊ ഇതിലൊക്കെ പങ്കെടുക്കും. പിന്നെ 8 മുതൽ 10 വരെ ഞാന് മാപ്പിളപ്പാട്ട്, അറബി പദ്യം ഇതില് സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. സ്റ്റേറ്റിന് ഫസ്റ്റ് പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ഏതൊരു കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും ഒക്കെ സംഗീത മേഖലയിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരു ഗായകനോ ഗായികയോ ഒക്കെ ഉണ്ടാവും. നുബയുടെ ഫേവറേറ്റ് സിംഗർ ആരാണ്? ആ ഒരു പാട്ടുകാരിയുടെ ഒരു നല്ല പാട്ടായാലോ? ഓക്കെ, തീർച്ചയായിട്ടും. ഭയങ്കര ഇഷ്ടം ശ്രേയ ഘോഷാലാണ്. ശ്രേയ ഘോഷാൽ മാമിന്റെ സോങ്സ് എല്ലാം കേൾക്കാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫാനാണ് ഞാൻ. ഇപ്പൊ ഞാൻ പാടുന്നത് ശ്രേയ ഘോഷാൽ മാമിന്റെ ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള സയ്യാറ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് പാടുന്നത്. मैं तेरे घर में हूँ, आज मैं हूँ, मैं तेरी सांसों के सांस में हूँ, आके चुका के सुन ले मुझे तू, मैं तेरे दिल के आवाज में हूँ, तू हौसला है, तू है इरादा, आदि में तुझ में, मुझ में तू आधा, टूटो न मैं भी, टूटो न तू भी, मैं तेरा सपना, तू मेरा वादा, हाय मैं मर ही जाऊं जो तुझको ना पाऊं, बातों में तेरी मैं रातें बिताओ, हो तो लम्हा लम्हा है नाम तेरा है, तुझको ही गाऊं मैं, तुझको पुकारूं, सैयार तू बदला नहीं है, मौसम जरा सा रूठा हुआ है,
सैयार तू बदला नहीं है मौसम जरा सा रूठा हुआ है. സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു സമയത്ത് എവിടെ നോക്കിയാലും ഒരു പാട്ട് ഗംഭീര വൈറലാണ്. ആ ഒരു പാട്ട് പാടിയല്ലോ, പ്രേക്ഷകർ ആ ഒരു പാട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ പാട്ട് ഏതാണെന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു പാട്ട് നുബയുടെ മനോഹര ശബ്ദത്തിൽ നിന്ന് കേട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായും പാടാം. പദനി ഗരി സരി നിസ പദനി ഗരി സരി സരി പദനി ഗരി സരി നി മാമാ മാരേ രേ സ മാമാ മാരേ രേ സ നി ഗരേ സ നി ധ പ പദനി ഗരി സരി നിസ പദനി ഗരി സരി സരി പദനി ഗരി സരി നി മാമാ മാരേ രേ സ മാമാ മാരേ രേ സ നി ഗരേ സ നി ധ പ പദനി ഗരി സരി നിസ. നുബ നമ്മുടെ ക്യാമറമാൻ കുറെ സമയമായി അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പറയുന്നുണ്ട്. നുബയുടെ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ ഷനു അരീക്കോടിന്റെ ഒരു ചെറിയ ആഗ്രഹമാണ്. അപ്പൊ എന്തായാലും നുബയുടെ മനോഹര ശബ്ദത്തിൽ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പാട്ടൊന്ന് പാടാം. ഓ പാടാം. അന്നിന്റെ കരളിൽ ഒരു കൂടൊരുക്കിയിലെ നിന്നീലമിഴി കോണുകളിൽ കവിത കണ്ടില്ലേ ഇന്നും നിന്നോർമയിൽ നോണരുമ്പോൾ പാഞ്ഞങ്ങു പോകരുതേ വാർമഴവില്ലേ മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ നീ വരുമ്പോൾ എന്റെ ഉള്ളിൽ തേൻകോയിൽ പാട്ട് വെള്ളിക്കൊലുസിട്ട കാലച്ച കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം നിനക്കു മാത്രമാ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനി ഓ ഓ ഓ നീലരാവിലെ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമഹേ ഓ ഓ ഓ. നുബ എന്ന അനുഗ്രഹീത കലാകാരിയുടെ എല്ലാ സൗന്ദര്യവും നുബയുടെ പാട്ടിലാണെന്ന് പറഞ്ഞാൽ എതിർക്കാൻ സാധിക്കുമോ? ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടോ ഈ ഒരു സമയത്ത്? ഓ ആരാധകരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാരും കുറെ പേരിങ്ങനെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ കുറെ പേര് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഇങ്ങനെ ഇത്താന്റെ പാട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ പേര് അയക്കാറുണ്ട് മെസ്സേജ്. പിന്നെ ചെറിയ കുട്ടികൾ പോലും ഇങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട്. ഇങ്ങനെ നുബ ഇത്തല്ലെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് അങ്ങനെ വിളിക്കാറുണ്ട്. ഭയങ്കര സന്തോഷാണ്. എന്തായാലും നുബയുടെ മധുരമനോഹരമായ ശബ്ദവും നിഷ്കളങ്കമായ സംസാരവും കൊണ്ട് സമയം പോയതൊന്നും പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ല. നമ്മൾ അവസാന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും നല്ല ഒരു മാപ്പിളപ്പാട്ടോട് കൂടെ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിച്ചാലോ? ഓക്കെ പാടാം. പൂമകളാണ് ഹുസ്നുൽ ജമാൽ പുന്നാരത്താളം മീകന്തേ ബീവി ഹേമങ്ങൾ മെത്ത് പണി ചിത്തിരം ആഭരണക്കോവാണിന്ത ബീവി പൊന്നിൽ തിളങ്ങുന്ന തൂവൽ മെയിൽ റെങ്കിൽ കസവിന്റെ ചേലച്ചുറ്റി പൊന്നിൽ തിളങ്ങുന്ന തൂവൽ മെയിൽ റെങ്കിൽ കസവിന്റെ ചേലച്ചുറ്റി മൈലാഞ്ചി തേച്ച് പതിച്ച കയ്യിൽ തങ്കത്തരി വളയിട്ട നാരി ഹേമന്തരാവിൽ നീലാവില്ലെങ്കും മാണിക്യ കല്ലിനോടൊത്ത ബിവി മംഗല്യപ്പൂമുല്ല മാല ചാർത്താൻ മുത്തായ മാരൻ വരുന്നുണ്ടല്ലോ മംഗല്യപ്പൂമുല്ല മാല ചാർത്താൻ മുത്തായ മാരൻ വരുന്നുണ്ടല്ലോ കവിളത്ത് മിനുമിനുത്ത മറുകൊണ്ട് കറുക്കറുത്ത കണ്ടാലോ വെളുവെളുത്ത സുന്ദരി പെണ്ണാണ് തങ്കത്താമര പെണ്ണെ നിന്റെ പങ്കജ പുതുമാരൻ നിന്നെ തേടിയെത്തുവല്ലോ മധുവിധു കൊണ്ടാടുക മോളെ പൊന്നുമോളെ മരണയാറായേ താലി മണിത്താലി മാറിലണിയാറായേ മോളെ പൊന്നുമോളെ മരണയാറായേ താലി മണിത്താലി മാറിലണിയാറായേ. മൊഞ്ചുള്ള പാട്ടുകളും നിഷ്കളങ്കമായ സംസാരവുമായിക്കൊണ്ട് ഈ ഒരു പെരുന്നാൾ ദിനം മൊഞ്ചോടെ കളറാക്കിയത് മഞ്ചേരിയുടെ മൊഞ്ചത്തി നുബ മഞ്ചേരിയാണ്. ഇനിയുള്ള ജീവിത കലായാത്രയിൽ
ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ മഞ്ചേരിയുടെ വാനമ്പാടിയായ ഈ കലാകാരിക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Golden Diamonds, different by design.